ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ 30 ഡേയ്സിൻ്റെ 3 ഡേയ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ മുമ്പത്തെ 2 വീഡിയോസും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. ഞാൻ ഡേ 2ൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ഥലത്തേക്ക്, അതായത് ഇപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുന്ന, സ്കൂളിലേക്ക് ഇറങ്ങുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെല്ലാം സെൻറ്റൻസുകൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്, വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, പുസ്തകങ്ങൾ ബാഗിൽ വെക്കൂ എന്ന് പറയാറുണ്ട് അല്ലേ? പുസ്തകങ്ങൾ ബാഗിൽ വെക്കൂ. എങ്ങനെ പറയാ? കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ഇവിടെ പുട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ഓക്കെ, ലഞ്ച് ബോക്സ് മറക്കരുത്. ഇത് വർക്കിന് പോകുന്നവരും എടുക്കാറുണ്ട്, സ്കൂളിൽ പോകുന്നവരും എടുക്കാറുണ്ട്. ലഞ്ച് ബോക്സ് മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ ലഞ്ച് ബോക്സ്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് മറക്കരുത്. ഓക്കെ, ഇപ്പം ഷൂസ് യൂസ് ചെയ്യുന്നവരുണ്ടാകും, ടൈ യൂസ് ചെയ്യുന്നവരുണ്ടാകും, ഓഫീസിൽ പോകുന്നവരായാലും കുട്ടികളായാലും ഒക്കെ ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയണം, ഷൂ ധരിക്കൂ. വെയർ യുവർ ഷൂസ്. വിയർ യുവർ ഷൂസ്. ഞാൻ പെട്ടെന്ന് പറയാണ്, സിമ്പിൾ ആണല്ലോ. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ് അല്ലേ? വിയർ യുവർ ഷൂ. ഇനി നമ്മൾ പറയാണ് ഷൂ കെട്ടു. അപ്പൊ ഷൂ ധരിച്ചു, ഇനി അത് കെട്ടാനൊക്കെ പറയുകയാണെങ്കിൽ ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുക എന്നാണ്. അപ്പം ടൈ യുവർ ഷൂ ലേസ്. ടൈ യുവർ ഷൂ ലേസ്. നിന്റെ ഷൂ കെട്ടു. ഓക്കെ, നെക്സ്റ്റ്, ഇനിയിപ്പോ നമുക്ക് മഴയൊക്കെ പെയ്യണമെങ്കിൽ നമ്മൾ പറയാറുണ്ട് കുട എടുക്കൂ എന്ന് പറയാറുണ്ട്. ടേക്ക് യുവർ അംബ്രല്ല. നീ കുടയെടുക്കൂ, അല്ലെങ്കിൽ നിന്റെ കുടയെടുക്കൂ എന്ന് പറയാറുണ്ടല്ലോ. എല്ലാം പാക്ക് ചെയ്തോ. എല്ലാം പാക്ക് ചെയ്തോ. അപ്പൊ വേറെ പുറത്ത് പോകുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്താ പറയാ? എല്ലാം പാക്ക് ചെയ്തോ. ഹാവ് യു പാക്ക്ഡ് എവറിഥിങ്. ഹാവ് യു പാക്ക്ഡ് എവറിഥിങ്. എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് പോകാം. വൈകുന്നു എന്ന് പറയാറുണ്ടല്ലോ. നമുക്ക് പോകാം, വൈകുന്നു. നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ അല്ലെ? ലെറ്റ്സ് ഗോ, വി ആർ ഗെറ്റിംഗ് ലേറ്റ്. ലെറ്റ്സ് ഗോ, വി ആർ ഗെറ്റിംഗ് ലേറ്റ്. നമുക്ക് പോകാം, വൈകുന്നു. ഇനിയിപ്പോ എല്ലാരും കൂടി പോകുന്നൊരു സമയമാണെങ്കിൽ നമ്മൾ എന്താ പറയാറ്? വാതിൽ ശരിയായി അടയ്ക്കൂ. വാതിൽ ശരിയായി അടയ്ക്കൂ എന്നെങ്ങനെ പറയാ? ലോക്ക് ദ ഡോർ പ്രോപ്പർലി. ലോക്ക് ദ ഡോർ പ്രോപ്പർലി. വാതിൽ ശരിയായി അടയ്ക്കൂ. നെക്സ്റ്റ്, ഞാനൊക്കെ എപ്പോഴും പറയാറുള്ളത് കേട്ടോ, ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്യൂ അല്ലെ? നമ്മൾ വാതിൽ ഇപ്പം മക്കൾക്കൊന്നും അത് ഓർമ്മയുണ്ടാകില്ല. അപ്പൊ നമ്മൾ എന്താ പറയാറ്? ഫാനും ലൈറ്റും ഓഫ് ചെയ്യൂ. ടേൺ ഓഫ് ദ ഫാൻ ആൻഡ് ലൈറ്റ്. ടേൺ ഓഫ് ദ ഫാൻ ആൻഡ് ലൈറ്റ്. ഫാനും ലൈറ്റും ഓഫ് ചെയ്യും. ഓക്കെ, നമ്മൾ പോകുന്ന വഴി, ഓൺ വേ, പോകുന്ന വഴിയിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. സൂക്ഷിച്ച് നടക്കൂ എന്നൊക്കെ റോഡിൽ നിന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സൂക്ഷിച്ച് നടക്കൂ. വോക്ക് കെയർഫുള്ളി. വോക്ക് കെയർഫുള്ളി. സൂക്ഷിച്ച് നടക്കൂ. റോഡിൽ ഓടരുത് അല്ലെ? റോഡിൽ ഓടരുത് എന്ന് പറയാറുണ്ട്. അരുത്. ഡോണ്ട് റൺ ഓൺ ദ റോഡ്. ഡോണ്ട് റൺ ഓൺ ദ റോഡ്. റോഡിലൂടെ ഓടരുത് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ്, റോഡ് മുറിച്ച് കടക്കുമ്പോൾ 2 വശവും നോക്കൂ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അല്ലെ? കൂടെ നിന്നിട്ട് നമ്മൾ പറയാറുണ്ട്, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ 2 വശവും നോക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ? എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലുക്ക് ബോത്ത് സൈഡ് ബിഫോർ ക്രോസിംഗ്. ലുക്ക് ബോത്ത് സൈഡ്. 2 വശവും അല്ലെ? ലുക്ക് ബോത്ത് സൈഡ് ബിഫോർ ക്രോസിംഗ്. ഓക്കെ, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും അതുപോലെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസുകൾ മുടങ്ങാതെ കാണുക. ഇതുപോലെ ഈ ഒരു 30 ഡേയ്സിൻ്റെ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ കണ്ടിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. നീ റോഡ് ക്രോസ് ചെയ്തിട്ട് എന്നെ വിളിക്കണം. നീ റോഡ് ക്രോസ് ചെയ്തിട്ട് എന്നെ വിളിക്കണം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ പറഞ്ഞു നോക്കുക. ഞാൻ ഇങ്ങനൊരു ചലഞ്ച് വെക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മളെ ക്ലാസ് കാണുന്ന ഒരുപാട് പേർ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരായിട്ടുണ്ട്. അതായത് ഇപ്പം കുറച്ച് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മേ ബി നമ്മുടെ ക്ലാസ് കാണുമ്പോൾ ചിലപ്പോൾ അത് ഒരു എന്താ പറയുക, കുറച്ചൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും.
പക്ഷേ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇതുപോലെ വേണം നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ സെൻറ്റൻസുകൾ മാത്രമാണ് പറയുന്നത്, അതുകൊണ്ട് അത് കാണാപ്പാടെ പഠിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ആ ലോജിക്ക്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പം വരാനിരിക്കുന്ന കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് ഒരുപാട് പേര് സെൻറ്റൻസുകൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.